Next, exponential distribution. Exponential distribution is a particular continuous distribution. If x is said to have exponential distribution with parameter lambda is greater than 0. Note but lambda is always greater than 0. That means lambda not equal to 0 and lambda less than 0. Lambda less than 0 avilla, equal to 0 avilla. Always it is greater than 0. If the PDF of x is f of x lambda equal to lambda e raised to minus lambda x, if x greater than or equal to 0, otherwise it is 0. Otherwise means upon the x less than 0 only it is 0. The matra x in the limit x greater than or equal to 0 on function value lambda e raised to minus lambda x on and lambda is always greater than 0. And then find the value of lambda last lambda equal to 0 minus 1 3 you can omit 0 and 1 0 and minus 1 because the parameter is always greater than 0. Therefore it cannot be 0 and it cannot be a negative number. എപ്പോഴും അത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും ലാംഡ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആസ് യൂഷ്വൽ നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് മീൻ എഴുതും, പിന്നെ വേരിയൻസ് ഡിറൈവ് ചെയ്യും. മീൻ മീൻസ് mu. Mu is e of x. E of x equal to x from minus infinity to infinity x into f of x dx ആണ്. Here x is defined only for positive numbers or x from 0 to infinity x into f of x. F of x is lambda e raised to minus lambda x dx. That is equal to lambda is a constant, therefore it can be written as lambda into integral 0 to infinity x in the limit x from 0 to infinity x into e raised to minus lambda x dx. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം, ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്. ഇഫ് യു ഈസ് എൻ ആൾജിബ്രൈക് ഫംഗ്ഷൻ, ആൾജിബ്രൈക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ഇതൊക്കെ ആൾജിബ്രൈക് ആണ്. 1 + x എക്സ് സ്ക്വയർ പ്ലസ് എക്സ് അതൊക്കെ ആൾജിബ്രൈക് ഫംഗ്ഷൻസ് ആണ്. ഇഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ യു ഈസ് എൻ ആൾജിബ്രൈക് ഫംഗ്ഷൻ ദെൻ integral uv is u v1 minus u dash v2 plus u double dash v3 minus u triple dash v4 plus etc. ശ്രദ്ധിക്കേണ്ട കാര്യം ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് മൈനസ്, പിന്നെ യുവിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് യു ഡാഷ് യു ഡബിൾ ഡാഷ് യു ട്രിപ്പിൾ ഡാഷ് നോക്കെ. ബട്ട് v1 v2 എന്നാണ്. v1 means integral of v and v2 is integral of v1 and v3 is integral of v2. അങ്ങനെ പോകുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇന്റഗ്രൽ എക്സ് സൈൻ എക്സ് ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞാൽ യു ആൾജിബ്രൈക് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡെറിവേറ്റീവ് എന്താവും 0 ആവും. പിന്നെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇന്റഗ്രൽ എക്സ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് ഫംഗ്ഷൻ യു എന്ന് പറയുന്നത് എക്സ് ആണ്, വി എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. അപ്പോൾ യു v1 എന്ന് പറഞ്ഞാൽ സൈൻ എക്സിന്റെ ഇന്റഗ്രൽ വിച്ച് ഈസ് മൈനസ് കോസ് എക്സ്. ഇനി അടുത്ത സൈൻ മൈനസ് ആണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ എക്സിന്റെ ഡെറിവേറ്റീവ് ചെയ്തു. എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ആൻഡ് മൈനസ് സൈൻ എക്സിന്റെ ഇന്റഗ്രൽ വിച്ച് ഈസ് മൈനസ് കോസ് എക്സിന്റെ ഇന്റഗ്രൽ. കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ് ആണ്, അപ്പോൾ മൈനസ് കോസ് എക്സിൻ്റെത് പ്ലസ് സൈൻ എക്സ് ആണ്. നെക്സ്റ്റ് പ്ലസ് ഇനി 1ന്റെ ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് 0. ഇനി എന്ത് വന്നോട്ടെ, 0 ഇൻറ്റു കോസ് എക്സ് ആയിക്കോട്ടെ സൈൻ എക്സ് ആയിക്കോട്ടെ, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെയാണത് പോകുന്നത്. അതേ രീതിയിൽ ഞാനതിപ്പോൾ പറയാൻ കാരണം ഈ എന്താ പറയണ്ടേ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ആ റൂൾ യൂസ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ആൾജിബ്രൈക് ഫംഗ്ഷൻ ആയി അപ്പോൾ എന്ത് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ യൂഷ്വലി എന്താ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും നമുക്ക്. ഇതാകുമ്പോൾ ഡയറക്റ്റ് ചെയ്താൽ അപ്പോൾ ലാംഡ കോൺസ്റ്റന്റ് ആണ്. ഇനി ഫസ്റ്റ് ഫംഗ്ഷൻ യു എന്ന് പറയുന്നത് എക്സ് ആണ്, വി എന്ന് പറയുന്നത് അല്ലെ ഐലേറ്റ് ഫോർമുല അറിയാമെന്ന് വിചാരിക്കുന്നു. ഐലേറ്റ് ഓർഡർ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ചൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻവേഴ്സ്
ലോഗരിതം, ലോഗരിതമിക് ഫംഗ്ഷൻ, ആൾജിബ്രായിക്, ട്രിഗ്നോമെട്രിക്, എക്സ്പോണൻഷ്യൽ. ഈ ഓർഡറിലാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് തന്നെ. അപ്പോൾ എക്സ് ഇൻറ്റു യു ഇൻറ്റു v1 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ മൈനസ് ലാംഡ. ഇനി ഇതിലൊന്നും അറേഞ്ച് ചെയ്ത് ജസ്റ്റ് അടുത്തിട്ട് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ മൈനസ് ലാംഡയുടെ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ മൈനസ് ലാംഡയുടെ ഇൻ്റഗ്രൽ എന്താ വരിക? ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ മൈനസ് ലാംഡ 1 ബൈ മൈനസ് ലാംഡ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതങ്ങനെ തന്നെ കിടക്കും. ഇനി ഇ റേസ് ടു മൈനസ് ലാംഡ എക്സിന്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ മൈനസ് ലാംഡ എന്ന് വരും. ഓൾറെഡി അവിടെ ഒരു മൈനസ് ലാംഡ ഉണ്ട്. അപ്പോൾ മൈനസ് ലാംഡ സ്ക്വയർ എന്ന് വരും. അടുത്ത ടേം പ്ലസ് ആണ്. ഇനി വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. ലിമിറ്റ് ഫ്രം 0 ടു ഇൻഫിനിറ്റി. ഒന്ന് ശ്രദ്ധിച്ച് എഴുതിയാൽ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് അറേഞ്ച് ചെയ്യാൻ തോന്നും. ഫസ്റ്റ് സ്റ്റെപ്പിൽ അതിനെ അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു. ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെ വരും? ഇവിടെ കോൺസ്റ്റന്റ് മൈനസ് 1 ബൈ ലാംഡ ഇൻറ്റു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ്. ഫസ്റ്റ് ടേം അതാണ്. ഇവിടെ മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ. മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലാംഡ സ്ക്വയർ. മൈനസ് സ്ക്വയർ ഇൻറ്റു ലാംഡ സ്ക്വയർ ആണത്. ലാംഡ സ്ക്വയർ തന്നെ. അപ്പോൾ മൈനസ് ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ ലാംഡ സ്ക്വയർ. ലിമിറ്റ് ഫ്രം 0 ടു ഇൻഫിനിറ്റി. ഇനി ലിമിറ്റ് കൊടുക്കാം. ലാംഡ ഇൻറ്റു ഫസ്റ്റ് ടേം നോക്കൂ. ഫസ്റ്റ് ടേമിൽ 1 ബൈ ലാംഡ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ്. ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെയാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. കോൺസ്റ്റന്റ് ആയി വരുന്ന ഒരേ ഒരു ടേം മൈനസ് 1 ബൈ ലാംഡ. അപ്പോൾ മൈനസ് 1 ബൈ ലാംഡ ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്താൽ എന്താ വരിക? ഇൻഫിനിറ്റ്. അല്ലെങ്കിൽ ഈസി ആയിട്ട് ഓക്കെ ഇങ്ങനെ പറയാം. അതിൽ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. What is the value of e raised to minus infinity? E raised to minus infinity 0 ആണ്. And e raised to 0 is 1. ഇത് രണ്ടും ഓർക്കുക. അപ്പോൾ this is equal to lambda into ലിമിറ്റ് അപ്ലൈ ചെയ്യണം. എല്ലാ ടേമിലും e raised to minus lambda x ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുത്താൽ എന്ത് വരും? ഇൻഫിനിറ്റി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇൻഫിനിറ്റി. മൈനസ് ലാംഡ ഇൻറ്റു ഇൻഫിനിറ്റി പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി തന്നെ. അപ്പോൾ ആ ടേം 0 ആവും അല്ലേ? അതേപോലെ അടുത്ത ടേം നോക്കൂ. ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇൻഫിനിറ്റി. അതും ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി തന്നെ. എഗെയിൻ അത് 0. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്താൽ കംപ്ലീറ്റ് 0 വരും. 0 മൈനസ്. ഇനി ലോവർ ലിമിറ്റ് ആണ് കൊടുക്കേണ്ടത്. ലോവർ ലിമിറ്റ് കൊടുത്താൽ എന്താ വരിക? ഫസ്റ്റ് ഇവിടെ ലോവർ ലിമിറ്റ് കൊടുക്കാം. മൈനസ് 1 ബൈ ലാംഡ ഇൻറ്റു എക്സിനാണ് 0 ഇൻറ്റു ഇ റേസ് ടു 0. അതെന്ത് വരും? 0 തന്നെ. മൈനസ് ഇനി ഈ ടേമിന് 0 കൊടുത്താൽ എന്ത് വരും? മൈനസ് ഇ റേസ് ടു 0. ഇ റേസ് ടു 0 ബൈ ലാംഡ സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു മൈനസ് ഇൻറ്റു മൈനസ് അത് പ്ലസ് ആവും. അപ്പോൾ 1 ബൈ ലാംഡ സ്ക്വയർ വിച്ച് ഈസ് ലാംഡ ഇൻറ്റു 1 ബൈ ലാംഡ സ്ക്വയർ ഈസ് 1 ബൈ ലാംഡ. ഇങ്ങനെ എഴുതാം. നിങ്ങൾക്ക് നീട്ടി വലിച്ച് എഴുതുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ എഴുതാം? ഈ സ്റ്റെപ്പ് ഒന്നെങ്കിൽ ഇതുപോലെ എഴുതാം, അല്ലെങ്കിൽ ഇതിന് പകരം എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് ഞാൻ യൂഷ്വലായിട്ട് നിങ്ങൾ ചെയ്യുന്ന നമുക്ക് ലിമിറ്റ് കംപ്ലീറ്റ് ലിമിറ്റ് ആയിട്ട് തന്നെ എഴുതുക. എങ്ങനെ എഴുതുക? ലാംഡ ഇൻറ്റു ഫസ്റ്റ് ടേമിൽ ഞാൻ പറഞ്ഞു ഈ ഒരു ടേമിൽ മൈനസ് 1 ബൈ ലാംഡ ഇൻറ്റു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ആണ്. അപ്പോൾ ഓരോ ടേം എടുത്ത് ഞാൻ മുമ്പേ നിങ്ങളോട് പറയാനുണ്ട്, ഇന്റഗ്രലിന്റെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഒരു ടേം എടുക്കും. ആ ടേമിന് തന്നെ അതിന്റെ കോൺസ്റ്റൻസ് ഔട്ട് സൈഡ് വെക്കുക. എന്നിട്ട് വേരിയബിൾ ആയിട്ടുള്ള ടേമിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക. എന്നിട്ട് മൈനസ് ലോവർ ലിമിറ്റിൻ്റെത്. ഇവിടെ ഇപ്പോൾ മൈനസ് 1 ബൈ ലാംഡയാണ് ഒരു കോൺസ്റ്റന്റ് ആയി വരുന്നത്. ബാക്കി വരുന്ന ടേം ഏതാ? എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ്. എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സിനാണ് ഇനി ലിമിറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ മൈനസ് 1 ബൈ ലാംഡ ഇൻറ്റു
എക്സ് ഇൻറ്റു ഇ റേസ് ടു, ഈ ഒരു ടേമിന് മാത്രമാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. അപ്പർ ലിമിറ്റ് നോക്കാം. ഇൻഫിനിറ്റി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. മൈനസ് 0 ഇൻറ്റു ഇ റേസ് ടു 0. അതാണ് ഫസ്റ്റ് ടേം. ഇനി സെക്കൻഡ് ടേം ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ ലാംഡ സ്ക്വയർ. ഇവിടെയാണ് ഒരു എക്സ് ഉള്ളത്, അവിടെ മാത്രമേ ലിമിറ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഡിനോമിനേറ്ററിലെ ലാംഡ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ മൈനസ് 1 ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു അവിടെ എന്ത് ചെയ്യാം, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കും. അപ്പർ ലിമിറ്റ് എന്താ വരിക, ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇൻഫിനിറ്റി, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്, ഇ റേസ് ടു മൈനസ് 0, ഇ റേസ് ടു മൈനസ് 0 പ്ലസ് 0 സെയിം തന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു മൈനസ് 1 ബൈ ലാംഡ ഇൻറ്റു ഇൻഫിനിറ്റി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഞാൻ പറഞ്ഞു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇൻഫിനിറ്റി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്താ, 0. മൈനസ് 0 ഇൻറ്റു ഇ റേസ് ടു 0 അഗെയിൻ 0. മൈനസ് 1 ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി വിച്ച് ഇസ് 0 മൈനസ് ഇ റേസ് ടു 0 ഈസ് 1 ആയല്ലോ. ഇവിടെ ഇപ്പോൾ ഈ ടേം കംപ്ലീറ്റ് 0 അപ്പോൾ ലാംഡ ഇൻറ്റു 0 മൈനസ് 1 ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു മൈനസ് 1 വരും. ദാറ്റ് ഈസ് പ്ലസ് 1 ബൈ ലാംഡ സ്ക്വയർ എന്ത് വരും, ലാംഡ ഇൻറ്റു 1 ബൈ ലാംഡ സ്ക്വയർ ഈസ് 1 ബൈ ലാംഡ. ഒന്ന് നല്ലപോലെ ശ്രദ്ധിച്ച് ഈസിയാണ്. ഒന്നുമില്ല കാര്യമായിട്ട്, ഞാൻ കുറച്ച് നീട്ടി വലിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി പറയാം. മീൻ മീൻസ് ഇ ഓഫ് എക്സ്. ഇ ഓഫ് എക്സ് കാണുന്നതിൻ്റെ ജനറൽ ഇക്വേഷൻ ഇന്റഗ്രൽ ഓവർ എക്സ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റിയെ മൈനസ് ഇൻഫിനിറ്റി ടു 0 പ്ലസ് 0 ടു ഇൻഫിനിറ്റി എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ ദ കേസ് ഓഫ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ the PDF value of function value in the interval minus infinity 0 is 0, and in the interval 0 infinity it is lambda e raised to minus lambda x into x. Therefore this is equal to, this can be written as lambda into x from 0 to infinity, x from 0 to infinity, x into e raised to minus lambda x. Just integrate lambda into lambda constant, therefore lambda into x e raised to minus lambda x. Integral uv formula. So first function x, first function x is an algebraic function, therefore it is x into e raised to minus lambda x in the integral e raised to minus lambda x by minus lambda. Next minus first function x into derivative, it is 1, minus into integral of e raised to minus lambda x by minus lambda with the e raised to minus lambda x by minus lambda whole square വരും. മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ വരാൻ കാരണം ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ലാംഡ ഉണ്ട്. ദെൻ ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു മൈനസ് ലാംഡ എക്സിൽ ഡിവൈഡഡ് ബൈ ഒരു മൈനസ് ലാംഡ വരും. അങ്ങനെ മൈനസ് ലാംഡ സ്ക്വയർ. മൈനസ് ലാംഡ സ്ക്വയർ മീൻസ് മൈനസ് സ്ക്വയർ ഇൻറ്റു ലാംഡ സ്ക്വയർ വിച്ച് ഇസ് ലാംഡ സ്ക്വയർ. ജസ്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, മീൻ ഓഫ് Poisson distribution is 1 by lambda. That is, it is reciprocal of the parameter. Lambda ആണ് parameter, reciprocal of parameter എന്ന് പറയുന്നത് mean ആണ്. Lambda ആണ് അതിന്റെ parameter, അതിന്റെ reciprocal ആണ് എന്ത്, mean എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.